Hello dears, welcome back to Chinnusonlinelearning. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 6 ഇംഗ്ലീഷിൽ നമ്മുടെ യൂണിറ്റ് 3 ഗ്ലിംസസ് ഓഫ് നേച്ചറിലത്തെ ലാസ്റ്റ് ചാപ്റ്ററും യൂണിറ്റിലത്തെ ലെസൺ 3 ആയ ദ ബുക്ക് ഓഫ് നേച്ചർ റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു. ഇതൊരു ലെറ്ററാണ്. ഇതിൻ്റെ നമ്മൾ ഇൻട്രൊഡക്ഷനും കുറച്ച് ഭാഗമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളിതിൻ്റെ ബാക്കി ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു 7 ക്വസ്റ്റ്യൻ ആൻസറാണ് ഈ ലെസണിലുള്ളത്. അതുകൂടി നമ്മൾ എടുക്കുന്നുണ്ട്. സോ വി ക്യാൻ ഡയറക്റ്റ്ലി ഗോ ടു ദ video. So please listen and write the meanings. Then okay. You will, I hope, soon begin to learn how to read the story from the rocks and mountains. Imagine how fascinating it is. Every little stone that you see lying on the road or on the mountain side may be a little page in nature's book. അതായത് ഇവിടെ നെഹ്റു പറയാണ്, നീ ഈ കല്ലുകളിൽ നിന്നും അതേപോലെ തന്നെ ഈ മലകളിൽ നിന്നും ഭൂമിയുടെ ആദ്യ കാലത്തെ കഥകൾ നീ വേഗത്തിൽ തന്നെ പഠിച്ചു തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെത്ര മനോഹരമായിരിക്കുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫാസിനേറ്റിംഗ് മീൻസ് ഹാവിങ് സ്ട്രോങ് ബ്യൂട്ടി ഓർ അട്രാക്ഷൻ. മനം കവരുക എന്ന അർത്ഥമാണ് അതിന് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്ന അല്ലെങ്കിൽ മൗണ്ടെയിൻ്റെ ഒരു സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞു കല്ലിന് പോലും അതിൻ്റേതായിട്ടൊരു കഥ പറയാനുണ്ടായിരിക്കും. ആ ഒരു കുഞ്ഞു കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി എന്ന് പറയുന്ന വലിയ വിശാലമായ ബുക്കിലെ ഒരു ചെറിയ പേജ്, ഒരു ചെറിയ ഭാഗം മാത്രമാണ് അവിടെ കിടക്കുന്ന ഒരു കുഞ്ഞു കല്ല്. ആൻഡ് മേ ബി ഏബിൾ ടു ടെൽ യു സംതിങ്. അതായത് ആ റോഡ് സൈഡിൽ അല്ലെങ്കിൽ ആ മൗണ്ടെയിൻ സൈഡിലൊക്കെ എടുക്കുന്ന ആ ഒരു കല്ല് എന്ന് പറഞ്ഞാൽ നേച്ചർ എന്ന് പറഞ്ഞാൽ വിശാലമായ ബുക്കിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അതേപോലെ തന്നെ അതിന് നിന്നോട് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടുണ്ടായിരിക്കും. ഇഫ് യു ഓൺലി ന്യൂ ഹൗ ടു റീഡ് ഇറ്റ്, യു be able to read any language, Hindi or Urdu or English. You have to learn its alphabet. So also you must learn the alphabet of nature before you can read her story in her books of stone and rock. Even now perhaps you know a little how to read this. അവിടെ കിടക്കുന്ന ചെറിയ കല്ലിനും പോലും നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? വായിക്കാൻ അറിയുകയാണെങ്കിൽ നമുക്ക് അത് പറഞ്ഞു തരുന്ന എല്ലാ സംഗതികളും ഗ്രഹിക്കാനും സാധിക്കും. നമ്മൾ ഏതൊരു ഭാഷയാവട്ടെ, ഹിന്ദിയോ ഉറുദോ ഇംഗ്ലീഷ് ആവട്ടെ, നമ്മളത് മനസ്സിലാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മളത് വായിക്കാൻ അറിയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അക്ഷരമാലകൾ, ആൽഫബറ്റ്സ് പഠിക്കണം. എന്നാലേ നമുക്ക് കിട്ടുള്ളൂ, അല്ലേ? അതേപോലെ തന്നെ പ്രകൃതി എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ അറിയണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ അക്ഷരമാലകൾ, ആൽഫബറ്റ് പഠിക്കണം. എന്നാലാണ് അവളെക്കുറിച്ചുള്ള കഥകൾ, അവളുടെ ബുക്കിലുള്ള കല്ലിൻ്റെയും അതേപോലെ തന്നെ മൗണ്ടെയിൻസിൻ്റെയും എന്നീ കഥകളൊക്കെ നമുക്ക് വായിക്കാൻ അറിയണമെന്നുണ്ടെങ്കിൽ നേച്ചറിൻ്റെ ആൽഫബറ്റ് പഠിക്കണം. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിനക്ക് കുറച്ച് അക്ഷരമാലകളൊക്കെ നിനക്ക് വായിക്കാൻ അറിയാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം കുഞ്ഞു കുട്ടിയാണ്, അല്ലേ? അപ്പം അത്ര പെട്ടെന്ന് വായന അത്ര നന്നായിന്നൊന്നും വരില്ല. എന്നാലും നിനക്ക് അത്യാവശ്യം വായിക്കാൻ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. If you see a little round shiny pebble, does it not tell you something? How did it get round and smooth and shiny without any corners or rough edges? If you break a big rock into small bits, each bit is rough and has corners and rough edges. It is not at all like a round, smooth pebble. How then did the pebble become so round and smooth and shiny? It will tell you its story if you have good eyes to see and ears to hear it. It tells you that once upon a time, it may be long ago, it was a bit of rock just like the bit you may break from a big rock or stone with plenty of edges and corners. ഇപ്പം നമ്മൾ പെബിൾ എന്ന് വെച്ചാൽ സ്മോൾ ആൻഡ് സ്മൂത്ത് സ്റ്റോൺ, ഉരുളം കല്ല് എന്നാണ് അർത്ഥം. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു സൈഡിൽ ചെറിയ ഉരുണ്ടിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പെബിൾ കണ്ടു നോക്കി, ആ പെബിളിന് പോലും നമ്മളോട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടായിരിക്കില്ലേ? അതെങ്ങനെയാണ് ഇത്ര ഉരുണ്ട് പോയത്, എങ്ങനെയാണ് ഇത്ര മിനുസമുള്ളതും നല്ല ഷൈനിയുമായിട്ടിരിക്കുന്നത്, ഒരു കോർണേഴ്സും ഒരു റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് സ്മൂത്ത്, പരുപരുത്തം മിനുസില്ലാത്ത എന്നാണ് അർത്ഥമാണുള്ളത്. അപ്പോൾ ഈ റഫ് അല്ലാണ്ടും എങ്ങനെയാണ് ഇത്ര നല്ല ഭംഗിയിലിരിക്കുന്നത് അതിന് പറയാണ്ടായിരിക്കില്ലേ? നമ്മളെങ്ങനെ വലിയൊരു കല്ല് അതിനെ പൊട്ടിച്ചിട്ട് ചെറിയ തുണ്ടാക്കുമ്പോൾ അതിനെന്തുണ്ടായിരിക്കും? അത് പരുപരുത്തതായിരിക്കും, അതിൽ റഫ് എഡ്ജുകളൊക്കെ ഉണ്ടായിരിക്കും, അല്ലേ? അത്ര മിനുസുള്ളതായിരിക്കില്ല. ഇപ്പം നമ്മൾ ഈ കണ്ട പോലെയുള്ള നല്ല സ്മൂത്തായിട്ടുള്ള പെബിളായിരിക്കില്ല. പിന്നെ അതെങ്ങനെയാണ് ആ കല്ല് ഇത്ര നല്ല റൗണ്ടും സ്മൂത്തും ഷൈനിയൊക്കെ ആയത്? നമുക്ക്
കേൾക്കാൻ നല്ല ചെവിയും കാണാൻ നല്ല കണ്ണുകളും ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ നേച്ചറിനെ നല്ല മനസ്സോടുകൂടി നമ്മൾ നല്ലോണം ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അത് പറയുന്ന കഥ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെ പറയും? അതിൻ്റെ കഥ അതെങ്ങനെയായിരിക്കും പറയുക? ഒരിക്കലും കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതേപോലെ നിങ്ങളിപ്പോൾ പൊട്ടിച്ചെടുത്ത ഒരു കല്ലിൻ്റെ ഒരു ചെറിയ ഭാഗമായിരുന്നു. അപ്പോൾ എനിക്ക് ഇതേപോലെ ധാരാളം കോർണറുകളും എഡ്ജ് ഉണ്ടായിരുന്നു, ഞാൻ ഇത്ര മിനുസുള്ളതായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞത് കഥ പറഞ്ഞു തുടങ്ങും അല്ലേ. നമുക്കിനി ഒരു പെബിളിൻ്റെ കഥ കേൾക്കാം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇപ്പം ഞാൻ കഥയുടെ തുടക്കം പറഞ്ഞു. Probably it rested on some mountain side. Then came the rain and washed it down to the little valley where it found a mountain stream, which pushed it on and on till it reached a little river. And the little river took it to the big river, and all the while it rolled at the bottom of the river and its edges were worn away. Thus the rough surface was made smooth and shiny, so it became the pebble that you see. Somehow the river left it behind and you found it. If the river had carried it on, it would have become smaller and smaller till at last it became a grain of sand and joined its brothers at the seaside to make a beautiful beach where little children can play and make castles out of the sand. അപ്പോൾ ഇങ്ങനെ പരുപരുത്ത ഏതൊരു കല്ലിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു പീസ് ഒരു മൗണ്ടെയിൻ സൈഡിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കായിരുന്നു. പെട്ടെന്ന് മഴ പെയ്തു. ആ മഴ വെള്ളത്തിൽ ഒരു ചെറിയ വാലിയുടെ അങ്ങോട്ട് പോയി. അതായത് ഒരു ചെറിയ സ്ഥലത്ത് അത് വന്ന് ചേർന്നു. പിന്നെയോ അവിടെ നിന്ന് അത് എങ്ങോട്ടെത്തി? മൗണ്ടെയിൻ സ്ട്രീമിൻ്റെ അവിടെ എത്തി. അതായത് ഒരു താഴ്വരയിൽ നിന്ന് ഒലിച്ചതൊരു അരുവിയിലൂടെ ചെന്ന് പിന്നെ ഒരു ചെറിയ നദിയിൽ വന്ന് ചാടി. ആ ചെറിയ നദിയിൽ അതിങ്ങനെ ഒഴുകി അത് വലിയ നദിയിലെത്തി. അങ്ങനെ കാലങ്ങളായിട്ട് അത് ആ നദിയുടെ ഇങ്ങനെ അടിയിലൂടെ ഇങ്ങനെ ഉരുളായിരുന്നു. അപ്പോൾ ഉരുണ്ട് എന്തായി? അതിൻ്റെ ഈ മുനകളും അതൊക്കെ ഇങ്ങനെ പരുപരുത്ത സാധനങ്ങളൊക്കെ തേഞ്ഞൊക്കെ പോയി നല്ല മീനുസും നല്ല റൗണ്ടും നല്ല തിളക്കൊക്കെ ഉള്ള ഒരു കല്ലായിട്ട് മാറി. ഇന്ന് നമ്മൾ കാണുന്ന ഒരു നല്ല പാറക്കഷ്ണമായിട്ട് മാറി. ആ നദി എങ്ങനെയോ ഇട്ടേച്ച് പോയ കല്ലാണ് ഇന്ന് നമ്മൾ കണ്ടത്. ആ ഉരുണ്ട് നല്ല ഭംഗിയുള്ള കല്ല് നദിയിൽ തന്നെ അത് ഒലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഉരുണ്ട് എന്താവും വീണ്ടും ചെറുതായി ഇങ്ങനെ നമ്മളിന്ന് ബീച്ചിലൊക്കെ കാണുന്ന ചെറിയ മണൽത്തരിയായിട്ട് തീരും. അപ്പം നമ്മുടെ പോലെയുള്ള കൊച്ചു കുട്ടികൾ എന്ത് ചെയ്യും? അത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ കൊട്ടാരങ്ങളൊക്കെ ഇങ്ങനെ മണൽ മാളികയൊക്കെ ഇങ്ങനെ പളിഞ്ഞിങ്ങനെ കളിക്കും അല്ലേ. അപ്പം ഇതാണ് ഇവിടെ പറയുന്നത്. If a little pebble can tell you so much, how much more could we learn from all the rocks and mountains and the many other things we see around us? അതായത് ചെറിയൊരു ഉരുളൻ കല്ലിന് ഇത്രയധികം കഥ പറയാൻ നമ്മളോടുണ്ടെങ്കിൽ നമ്മളിന്ന് കാണുന്ന വലിയ പാറകളും വലിയ പർവ്വതങ്ങളും ഈ ലോകത്തിലുള്ള വലിയ സാധനങ്ങൾക്കൊക്കെ നമ്മളോട് എന്തോരം വലിയ കഥകളായിരിക്കും പറയാണ്ടായിരിക്കുക. ഒരു ചെറിയ കല്ലിന് ഇത്രയും കഥ, അപ്പോൾ ഇത്ര വലിയ പർവ്വതത്തിന് എത്ര വലിയ കഥയുണ്ടായിരിക്കും നമ്മൾ ചിന്തിക്കണം. ഇതോടുകൂടി നമ്മുടെ ഈ സ്റ്റോറി കഴിയാണ്. നല്ല ഒരു അടിപൊളിയാണ് അല്ലേ. ഇതിൻ്റെ ബാക്കി ഭാഗമൊക്കെ ഉണ്ട്. നിങ്ങളിത് ഈ ബുക്ക് നിങ്ങൾക്ക് വായിക്കാനൊക്കെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ആമസോണും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വായിക്കാം. ഇനി നമുക്കിതിൽ ഒരു 7 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണുള്ളത്. വളരെ സിമ്പിളാണ്. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മളെ ആക്ടിവിറ്റീസ് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. വാട്ട് ഇസ് ദ ഓതർ ട്രൈങ് ടു ടെൽ ഹിസ് ഡോട്ടർ? നെഹ്റു എന്താണ് തൻ്റെ മകളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്? ദ ഓതർ ഈസ് ട്രൈങ് ടു ടെൽ ഹിസ് ഡോട്ടർ അബൌട്ട് ദ സ്റ്റോറി ഓഫ് അവർ എർത്ത്. നമ്മുടെ ഭൂമിയെക്കുറിച്ചാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. Second question, Nehru says that he cannot have talks with his daughter. Why? നെഹ്റു പറഞ്ഞു തൻ്റെ മകളോടൊപ്പം വർത്തമാനം പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? നെഹ്റു ഈസ് ഇൻ അലഹബാദ് ആൻഡ് ഇന്ദിര ഈസ് അറ്റ് മുസൂറി. They are staying in 2 different places, so they can't have a face-to-face conversation. So Nehru says to. നെഹ്റു അലഹബാദിലും ഇന്ദിരാഗാന്ധി മുസൂറിയിലാണുള്ളത്. അവർ രണ്ടുപേരും 2 സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മുഖം നോക്കിയുള്ള സംസാരമൊന്നും അവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നെഹ്റു പറയാൻ കാരണം. Third question, why did Nehru say that Indira would read about the earth
ഇൻ ഫാറ്റ് ബുക്സ്. തടിച്ച ബുക്കുകളിൽ ഇന്ദിര എർത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമെന്ന് പറയാൻ എന്താണ് കാരണം? വെൻ ഇന്ദിര ഗ്രോസ് അപ്പ് ഷി വുഡ് ലേൺ മോർ അബൌട്ട് ദ സ്റ്റോറി ഓഫ് എർത്ത് ഫ്രം ബുക്സ് ഓഫ് ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററി. ഓഫ് കോഴ്സ് there are so many such fact books. ഇന്ദിര വളർന്ന് വലുതാവുമ്പോൾ അവൾ ഭൂമിയെ കുറിച്ചുള്ള കൂടുതൽ കഥകൾ ജോഗ്രഫി ഹിസ്റ്ററി എന്ന് പറഞ്ഞ ബുക്കുകളിൽ നിന്ന് പഠിക്കും. അതാണല്ലോ മെയിനായിട്ട് അത് എർത്തിനെ കുറിച്ച് പറയണത്. ഇത് മാത്രമല്ല, ഇതേപോലുള്ള മറ്റ് തടിച്ച ബുക്കുകളിൽ നിന്നും അവൾ ചരിത്രം പഠിക്കുമെന്നാണ് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് നെഹ്റു മീൻ ബൈ റീഡിങ് ദ ബുക്ക് ഓഫ് നേച്ചർ? നെഹ്റു ഇതിൽ പറയുന്നുണ്ട് ബുക്ക് ഓഫ് നേച്ചർ, പ്രകൃതിയാകുന്ന പുസ്തകം വായിക്കാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നേച്ചർ ഈസ് ആൻ ഓപ്പൺ ബുക്ക് ഇൻ വിച്ച് എവറിഥിങ് വി വാണ്ട് ടു നോ ഇസ് റിട്ടൺ. റീഡിങ് ദ ബുക്ക് ഓഫ് നേച്ചർ മീൻസ് എ ക്ലോസ് ഒബ്സർവേഷൻ ഓഫ് ദ തിങ്സ് ഇൻ നേച്ചർ വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്. നെഹ്റു മെൻസ് ദിസ്. പ്രകൃതി എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു ബുക്കാണ്. ആ ബുക്കിൽ നമുക്ക് അറിയാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതുണ്ട്. പ്രകൃതിയാകുന്ന പുസ്തകത്തെ വായിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രകൃതിയെ തുറന്ന മനസ്സോടുകൂടി നല്ല രീതിയിൽ നിരീക്ഷിക്കുക എന്നാണ് അർത്ഥം. ഇതാണ് ഇവിടെ നെഹ്റു ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് ദാറ്റ് ഷോ നെഹ്റൂസ് ലവ് ഫോർ നേച്ചർ. നെഹ്റുവിൻ്റെ പ്രകൃതിയോടുള്ള സ്നേഹത്തെ കാണിക്കുന്ന വരികളെടുത്ത് എഴുതുക. ഒട്ടുമിക്ക ഈ ലെസണിലുള്ള എല്ലാ വരികളും അത് കാണിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ഒരെണ്ണം എക്സാമ്പിൾ എഴുതാം, ബാക്കിയുള്ള ലൈനുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. ഇനി ഉണ്ടെങ്കിൽ ദ റിയൽ വേ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി ഈസ് നോട്ട് മിയർലി ടു റീഡ് അബൌട്ട് ഇറ്റ് ഇൻ അതർ പീപ്പിൾസ് ബുക്ക് ബട്ട് ടു ഗോ ടു ദ ഗ്രേറ്റ് ബുക്ക് ഓഫ് നേച്ചർ ഇറ്റ് സെൽഫ്. യു വിൽ, ഐ ഹോപ്പ്, soon begin to learn how to read the story from the rocks and mountains. Imagine how fascinating it is. ഒട്ടുമിക്ക എല്ലാ വരികളും അതിനുള്ള ആൻസറാണ്. എങ്കിലും ഇതെഴുതാം. വേറെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടി എഴുതാം കേട്ടോ, നോ പ്രോബ്ലം. What are the pages and alphabets of nature according to Nehru? നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ പ്രകൃതിയുടെ പേജുകളും അതേപോലെ തന്നെ അക്ഷരമാലയും ആൽഫബറ്റ്സും എന്താണ്? ദ ലിറ്റിൽ സ്റ്റോൺസ് ആൻഡ് അതർ ലിറ്റിൽ തിങ്സ് ആർ ദ പേജസ് ആൻഡ് ആൽഫബറ്റ്സ് ഓഫ് നേച്ചർ അക്കോർഡിംഗ് ടു നെഹ്റു. നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ പ്രകൃതിയുടെ താളുകൾ അല്ലെങ്കിൽ പേജുകൾ അതേപോലെ അക്ഷരമാല, അതായത് ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കല്ലുകളും പിന്നെ വേറെ സാധനങ്ങളും, ചെറിയ കല്ലുകൾ തുടങ്ങി നേച്ചറിലുള്ള ബാക്കി സാധനങ്ങൾ, അതായത് റോക്ക്, സ്റ്റോൺ, മൗണ്ടൻ എക്സിട്ര, അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ദ സെവൻത്ത് ക്വസ്റ്റ്യൻ, what does Nehru mean by good eyes to see and good ears to hear? കാണാൻ നല്ല കണ്ണുകളും കേൾക്കാൻ കാതുകളും എന്നതുകൊണ്ട് നെഹ്റു അർത്ഥമാക്കുന്നത് എന്ത്? Here Nehru means that if you listen carefully to the sights and sounds of nature, you can understand its story more clearly. Means we have to do is to observe the nature with an open mind. നെഹ്റു ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രകൃതിയിലെ കാഴ്ചകൾ കേൾക്കുകയും അവിടുത്തെ ശബ്ദങ്ങൾ നല്ല രീതിയിൽ നിരീക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഓരോ വസ്തുക്കളും പറയുന്ന കഥ നമുക്ക് വ്യക്തമായി കാണാനും കേൾക്കാനും സാധിക്കും. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ പ്രകൃതിയെ വിശാലമായ മനസ്സോടുകൂടി നല്ല രീതിയിൽ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഇവിടെ വരെ എടുക്കുന്നുള്ളൂ. നമ്മുടെ ലെസൺ തീർന്നു. ആക്ടിവിറ്റീസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ യു മസ്റ്റ് വാച്ച് ദിസ് വീഡിയോ ഫുള്ളി. വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ, സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.